BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കേരളത്തിലെ കടൽക്ഷോഭങ്ങളിൽ മൂന്നിരട്ടി വർധനയെന്ന് പഠന റിപ്പോർട്ട്. കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയത്. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗവേഷകർ 11 പ്രധാന കടൽക്ഷോഭ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി മാപ്പ് ചെയ്തു. തിരുവനന്തപുരത്തെ വലിയതുറ, പൊഴിയൂർ, ആലപ്പുഴയിലെ പുറക്കാട്, അമ്പലപ്പുഴ, ആറാട്ടുപുഴ, പുന്നപ്ര, എറണാകുളത്തെ ചെല്ലാനം, എടവനക്കാട്, തൃശൂരിലെ എറിയാട്, എടവിലങ്ങാട്, മലപ്പുറത്തെ പൊന്നാനി എന്നിവയാണ് ഹോട്ട്സ്പോട്ടുകൾ. 2012 മുതൽ 2023 കേരളത്തിലുണ്ടായ 684 കടൽക്ഷോഭങ്ങൾ വിശകലനം ചെയ്താണ് നിഗമനത്തിലെത്തിയത്. 12 വർഷത്തെ പഠന കാലയളവിൽ സമീപ വർഷങ്ങളിലാണ് കടൽക്ഷോഭത്തിൽ മൂന്നിരട്ടി വർധന. 593 കിലോമീറ്റർ തീരസംരക്ഷണത്തിലുള്ള പരിഹാരങ്ങളും പഠനം നിർദ്ദേശിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് കടൽക്ഷോഭം വർദ്ധിക്കാൻ പ്രധാന കാരണമെന്നും തീരദേശത്തെ അതിലോല ആവാസ വ്യവസ്ഥയെയും ജനതയെയും സംരക്ഷിക്കുന്നതിന് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ ടി പ്രദീപ് കുമാർ പറഞ്ഞു. 134 കടൽക്ഷോഭമുണ്ടായ ആലപ്പുഴയാണ് ഏറ്റവും മുന്നിൽ. തിരുവനന്തപുരം തൊട്ടുപിന്നിലുണ്ട്. 10 കിലോമീറ്ററിൽ ഉണ്ടാകുന്ന കടൽക്ഷോഭങ്ങളുടെ എണ്ണം മാനദണ്ഡമാക്കിയപ്പോൾ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ. വടക്കൻ ജില്ലകളിൽ കടൽക്ഷോഭം താരതമ്യേന കുറവാണ്. തീരദൈർഘ്യം കൂടുതലുള്ള ജില്ല സ്വാഭാവികമായും കടൽക്ഷോഭത്തിന് ഇരയാകുമെന്ന അനുമാനം തെറ്റാണെന്നും ഈ കണ്ടെത്തൽ തെളിയിക്കുന്നതായും അസിസ്റ്റന്റ് പ്രൊഫസറും പഠനത്തിന്റെ മുഖ്യ ഗവേഷകനുമായ ഡോക്ടർ ഷിജോ ജോസഫ് പറഞ്ഞു. നൈറ്റ് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘത്തെ ആക്രമിച്ച ക്രിമിനൽ കേസ് പ്രതി ഉൾപ്പെടെ 7 പേർ അറസ്റ്റിൽ. ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി സ്വദേശികളായ വേലംവെളിയിൽ ഷബീർ, വാത്തുവീട്ടിൽ അനൂപ്, കുമ്പളശ്ശേരിയിൽ മനു, പള്ളത്തിപ്പറമ്പിൽ വർഗീസ്, അമ്പാടി കൃഷ്ണനിവാസിൽ ജയകൃഷ്ണൻ, പുന്നംപൊഴിയിൽ അജയ് കൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. 1-ാം പ്രതി ഷമീർ പൂച്ചാക്കൽ സ്റ്റേഷനിലെ റൌഡി പട്ടികയിൽപ്പെട്ടയാളും ക്രിമിനൽ കേസിൽ പ്രതിയുമാണ്. ഞായറാഴ്ച പുലർച്ചെ 2:00 സംഭവം. കൊച്ചി ബൈപ്പാസിൽ കുമ്പളം പനങ്ങാട് പാലത്തിൽ ആഡംബര കാർ നിർത്തിയിട്ട് അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്ന സംഘം മറ്റു വാഹനങ്ങൾക്ക് അപകടമുണ്ടാകാത്ത വിധം കാറ് മാറ്റിയിടാൻ ആവശ്യപ്പെട്ടതാണ് സംഘത്തെ പ്രകോപിപ്പിച്ചത്. വിവരം അറിഞ്ഞെത്തിയ പനങ്ങാട് SI KN ഭരതൻ, DPOമാരായ D സൈജു, D സതീഷ് എന്നിവർ പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് നൈറ്റ് എക്കോ ഡ്യൂട്ടിയിലായിരുന്ന കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ PH ഇബ്രാഹിം, തൃക്കാക്കര CI വിപിൻ ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കളമശ്ശേരി നഗരസഭയിലെ ഡംപ് യാർഡിൽ ജൈവ മാലിന്യം 3 ആഴ്ചയായി കെട്ടിക്കിടക്കുന്നു. കരാർ ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനം മാലിന്യം നീക്കുന്നതും മന്ദഗതിയിൽ. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കരാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അടുത്ത കൗൺസിലിൽ സമർപ്പിക്കണമെന്നും കൗൺസിലർ TI അസൈനാർ കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. നഗരസഭാ അധ്യക്ഷ സീമക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ സ്ഥാപനം മാർച്ച് 16 1 വർഷത്തേക്കുള്ള കരാർ വച്ചത്. ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടാണ് മാലിന്യ നീക്കത്തിനുള്ള കരാർ വച്ചിട്ടുള്ളത്. കിലോഗ്രാമിന് 5 രൂപ നിരക്കിൽ നഗരസഭ കരാറുകാരന് കൊടുക്കണം. കരാറിലെ ഒട്ടുമിക്ക വ്യവസ്ഥകളും സ്വകാര്യ സ്ഥാപനം ലംഘിച്ചിട്ടും നടപടിയില്ല. ജൈവ മാലിന്യം എവിടേക്ക് പോകുന്നു എന്നറിയില്ല. കോതമംഗലത്തെ സ്വകാര്യ ഭൂമിയിൽ തള്ളുകയാണെന്നും കരിമണ്ണൂരിൽ പന്നികളെ വളർത്തുന്ന വീടുകളിൽ കൊടുക്കുകയാണെന്നും തൊടുപുഴയിലെ സ്ഥാപനത്തിന് പിറ്റ് കമ്പോസ്റ്റിംഗ് നിർമ്മാണത്തിന് നൽകുകയാണെന്നുമാണ് തങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളതെന്നും ക്ലീൻ സിറ്റി മാനേജർ കൗൺസിലിനെ അറിയിച്ചു. GPS സംവിധാനമുള്ള വാഹനങ്ങളിൽ മാത്രമേ മാലിന്യം കൊണ്ടുപോകാവൂ എന്നാണ് കരാറെങ്കിലും ഇപ്പോൾ മാലിന്യം നീക്കുന്ന വാഹനങ്ങളിൽ ഈ സംവിധാനമില്ല. മാലിന്യ നീക്കത്തിൽ ലക്ഷക്കണക്കിന് രൂപ കരാറുകാരന് കൊടുക്കാനുണ്ടെന്നും വീടുകളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ യൂസർ ഫീ പിരിക്കാൻ മടിക്കുകയാണെന്നും കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ 2.5 ലക്ഷം രൂപ മാത്രമാണ് പിരിച്ചിട്ടുള്ളതെന്നും ക്ലീൻ സിറ്റി മാനേജർ പറഞ്ഞു. ഹരിതകർമ്മ സേനയ്ക്ക് ശമ്പളം കൊടുത്തിരുന്നത് കൺസോർഷ്യത്തിന്റെ അക്കൗണ്ടിലായിരുന്നു. 83 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഈ ഫണ്ട് തീർന്നു. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥരും ഉത്തരവാദിത്തം കാണിക്കണമെന്നും കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഉറവിട മാലിന്യ സംസ്കരണത്തിന് 3 കോടി രൂപ ചെലവിട്ട് ബയോബിന്നുകൾ വിതരണം ചെയ്തെങ്കിലും വീടുകളിൽ ഉപയോഗിക്കുന്നില്ല. ചെലവിട്ട 3 കോടി രൂപ നിഷ്ക്രിയ ആസ്ത്രയിൽപ്പെടുമെന്ന ആശങ്കയുമുണ്ട്. 28,000 വീടുള്ളതിൽ 14,106 വീടുകളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവരിൽ 3,000 പേർ BPL പട്ടികയിലാണുള്ളത്. 2,000 സ്ഥാപനങ്ങളാണ് 10,421 ബയോബിന്നുകളാണ് വിതരണത്തിന് തയ്യാറാക്കിയത്. 8,500 വീടുകളിൽ ബയോബിന്നും മാലിന്യ സംസ്കരണത്തിനുള്ള ഇനോക്കുലവും വിതരണം ചെയ്തിട്ടുള്ളതായും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു.
കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. ഇരുട്ടുകുത്തി വള്ളങ്ങൾ മാറ്റുരച്ച തുരത്തിപ്പുറം ജലോത്സവത്തിൽ താണിയനും ജിബി തട്ടകനും ജേതാക്കൾ. ആവേശകരമായ എ ഗ്രേഡ് ഫൈനലിൽ ലിജിൻ രാജു ക്യാപ്റ്റനായ ക്രിസ്തുരാജ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ താണിയൻ തുരുത്തിപ്പുറം ബോട്ട് ക്ലബിന്റെ തുരുത്തിപ്പുറം വള്ളത്തെ പരാജയപ്പെടുത്തി. ബി ഗ്രേഡ് ഫൈനലിൽ മടപ്ലാത്തുരുത്ത് ബോട്ട് ക്ലബിന്റെ മടപ്ലാത്തുരുത്ത് വള്ളത്തെ തോൽപ്പിച്ചാണ് സ്വാതി സനൽ ക്യാപ്റ്റനായ ഈഗിൾ ബോട്ട് ക്ലബിന്റെ ജിബി തട്ടകൻ ജയിച്ചത്. ഇരുവിഭാഗങ്ങളിലായി 12 വള്ളങ്ങൾ മാറ്റുരച്ച ജലമേള സംഘടിപ്പിച്ചത് തുരുത്തിപ്പുറം ബോട്ട് ക്ലബ്ബാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.